Good morning, all. Good morning, ma'am. Good morning. Yes. വിഷുവൊക്കെ എങ്ങനെയുണ്ടായി? അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. വെച്ചി നാളെ കുറവാണല്ലോ. വിഷു ആഘോഷം കഴിഞ്ഞാണോ? കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം മിസ് എടുത്ത് നോക്കിയോ എല്ലാവരും? ഫാർമസിയാണ് മിസ് എടുത്തിരുന്നത്. നോക്കിയായിരുന്നോ? മിസ് ഇയൊക്കെ ഒന്നുകൂടെ പറഞ്ഞുതരാവോ? അത് റെക്കോർഡ് ക്ലാസ് കേട്ടു, പക്ഷെ പെട്ടെന്ന് മനസ്സിലാവണില്ല അതെന്താന്ന്. ഓക്കെ, പറഞ്ഞുതരാം കേട്ടോ. എടുത്തുതരാം. ക്ലാസ് തുടങ്ങാലോ. 27 ആയുള്ളൂല്ലോ. നാളെ കുറവായിരുന്നോ ഫസ്റ്റ് ക്ലാസ്സിലോ? രാവിലെയും കുറവായിരുന്നു മിസ്സേ. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? EOQ, the economic order quantity, is the number of units that a company should add to the inventory with each order to minimize the total cost of inventory, such as holding cost, order cost and shortage cost. എന്താണ് ഒരു കമ്പനി അവരുടെ എന്താണ് ഹോൾഡിംഗ് കോസ്റ്റ്, അതായത് ഒരു സാധനം സൂക്ഷിക്കുന്നതിനുള്ള കോസ്റ്റ്, അല്ലെങ്കിൽ അവർക്ക് ഓർഡർ ചെയ്യാനുള്ള ഒരു കോസ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു സാധനം ഷോർട്ടേജ് വന്ന സമയത്ത് അവർക്ക് വരുന്ന ചിലവുകള് കുറയ്ക്കുന്നതിന് വേണ്ടി അവർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് കുറച്ച് നമ്പേഴ്സും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യില്ലേ? ആ ഒരു യൂണിറ്റിനെയാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഒരു 100 സാധനം 100 എണ്ണം ഓർഡർ ചെയ്താൽ മതി. ഒരു 150 എണ്ണം ഓർഡർ ചെയ്താൽ എന്താണ് നമുക്ക് നമുക്ക് ആ 100 എണ്ണത്തിന് വേണ്ട ഒരു ഡെലിവറി ചാർജ് അല്ലേ വരുന്നുള്ളൂ അല്ലേ? 100 എണ്ണം കൊണ്ടുവരാൻ വേണ്ട ഒരു ട്രാൻസ്പോർട്ടിംഗ് ചാർജ് അല്ലേ വരുന്നുള്ളൂ 150 എണ്ണം കൊണ്ടുവരാൻ. പിന്നെ ഈ 100 എണ്ണം സൂക്ഷിക്കുന്നതിന് വേണ്ട ഒരു കോസ്റ്റ്, ഹോൾഡ് ചെയ്യാൻ വേണ്ട ഒരു കോസ്റ്റ് തന്നെയല്ലേ 150 എണ്ണം സൂക്ഷിക്കാൻ വേണ്ടത്, ആ ഒരു സ്റ്റോറിംഗ് കോസ്റ്റ്. പിന്നെ നമുക്ക് ഷോർട്ടേജ് വരുന്നുണ്ടോ? പെട്ടെന്ന് ഒരു സാധനം ഓർഡർ ചെയ്യാനായിട്ട് ഷോർട്ടേജ് വരുന്നുണ്ടോ? ഇല്ല അല്ലെ? നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു 50 നമ്പേഴ്സ് നമുക്ക് കൂടുതലുണ്ട് അല്ലേ? കൂടുതൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഷോർട്ടേജ് കോസ്റ്റ് വരുന്നുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ എന്താണ് നമുക്ക് ഈ ഒരു ഹോൾഡിംഗ് കോസ്റ്റ്, ഈ ഓർഡർ കോസ്റ്റ്, ഓർഡർ ചെയ്യണമെങ്കിൽ പിന്നെ വീണ്ടും നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെ കൊടുക്കണം അല്ലെ? ഒരു സാധനം തീർന്നിട്ട് അല്ലെങ്കിൽ തീരുന്നതിന് മുമ്പ് നമ്മൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഒക്കെ വരുന്നില്ലേ? ഓർഡർ ചെയ്യുന്നതിന് കോസ്റ്റ് വരുന്നുണ്ട് അല്ലെ? പർച്ചേസിങ് ഓർഡർ കൊടുക്കണം. അപ്പൊ ആ ഒരു ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി ഒരു കോസ്റ്റ് വരുന്നുണ്ട് അല്ലെ? അപ്പൊ ആ ഒരു ഓർഡറിംഗ് കോസ്റ്റ്, ഷോർട്ടേജ് കോസ്റ്റ്, ഇതൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി അവർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് അവർ കൂട്ടുന്ന, ആഡ് ചെയ്യുന്ന ആ ഒരു നമ്പേഴ്സ്, യൂണിറ്റുകളെയാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആയോ? ചോദിച്ചതാരാ? ഇപ്പൊ നമ്മളെ വീട്ടില് മിസ് ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മ വീട്ടില് ഒരു മാസത്തേക്ക് സാധനങ്ങൾ മേടിച്ചു വെക്കാറുണ്ട് അല്ലെ? വീട്ടിൽ മേടിച്ചു വെക്കാറില്ലേ മിക്ക വീടുകളിലും? അപ്പൊ നമ്മ എന്താണ് മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, അപ്പൊ അല്ലെങ്കിൽ സാമ്പാർ പൊടിയൊക്കെ എന്താണ് ഒരു പാക്കറ്റാണോ വാങ്ങുന്നത്? എക്സ്ട്രാ ഒരു പാക്കറ്റും കൂടി മേടിക്കും അല്ലെ? എക്സ്ട്രാ ഒരു പാക്കറ്റും കൂടി മേടിച്ചു വെക്കും ആണോ? 1 or 2 പാക്കറ്റും കൂടി മേടിച്ചു വെക്കും അല്ലെ? ആ ഒരു മാസം അവസാനം വരെ അവർക്ക് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ എന്താ ഒരു പാക്കറ്റ് മേടിക്കേണ്ടോടത്ത് നമ്മൾ എന്താണ് എക്സ്ട്രാ ഒരു പാക്കറ്റ് കൂടി മേടിക്കാണ് അല്ലെ? ആണോ? വേണ്ടി വന്നാൽ അല്ലെ? നമുക്ക് ആ ഇതിന്റെ ഒരു വേണമെങ്കിൽ ഒരു പാക്കറ്റും കൂടി വേണ്ടി വന്നാൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി അല്ലെ? അപ്പൊ അഡീഷണൽ ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ആ ഒരു നമ്പറിനെയാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ?
നെക്സ്റ്റ് നമ്മ സ്റ്റോറേജ് വരെയും പറഞ്ഞല്ലോ, സ്റ്റോറേജ് വരെയും പറഞ്ഞു അല്ലെ. നെക്സ്റ്റ് സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ്, നല്ല തരത്തിലുള്ള സ്റ്റോറേജ് ആണ് പറഞ്ഞത്. ജനറൽ ഡ്രഗ്സ്, നർക്കോട്ടിക് ഡ്രഗ്സ്, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സ്. ഫസ്റ്റ് ജനറൽ ഡ്രഗ്സുകൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഓക്കെ, ജനറൽ ഡ്രഗ്സ്. ഡ്രഗ് ഷുഡ് ബി ഓർഗനൈസ്ഡ് ആൽഫബറ്റിക്കലി ഇൻ ദ ക്യാബിനറ്റ് അല്ലെ. ഇതാണ് ഡ്രഗ്സുകൾ. നമ്മ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും ക്യാബിനറ്റിൽ സൂക്ഷിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഫാർമസിയിലൊക്കെ ചെല്ലുമ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ എ ബി സി എന്നുള്ള ഓർഡറിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ബാക്കിയുള്ളവരോ? നമ്മ പഠിക്കുന്ന കാര്യങ്ങള് ഇനി നിങ്ങ ഹോസ്പിറ്റലിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഫാർമസിയിൽ പോകുമ്പോഴോ ഒക്കെ ശ്രദ്ധിക്കാട്ടോ. അങ്ങനെ തന്നെയാണോ അല്ലെ, എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ തന്നെ നോട്ട് ചെയ്യാട്ടോ. അപ്പൊ എന്താണ്? ഡ്രഗ്സ് ഷുഡ് ബി ഓർഗനൈസ്. അവർക്ക് പെട്ടെന്ന് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ഡൗട്ട്സുകളൊന്നും ഇല്ലാതെ അവർക്ക് ആ ഒരു മെഡിസിനുകൾ പെട്ടെന്ന് എടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്താണ്? ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും സൂക്ഷിക്കുന്നത്. നെക്സ്റ്റ് ബിൻ കാർഡ് ഡെപിക്റ്റിംഗ് സ്റ്റോക്ക് പൊസിഷൻ. കഴിഞ്ഞ സമയത്ത് കാണിച്ചല്ലേ ബിൻ കാർഡ്. ഈ ബിൻ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു മെഡിസിനിന്റെ സ്റ്റോക്ക് പൊസിഷൻ അറിയാൻ സാധിക്കും നമുക്ക്. ബാലൻസ് ഇത്രയുണ്ട് അല്ലെ, ബാലൻസ് നമ്മ ഇത്ര സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അറിയാൻ സാധിക്കോ? മിസ് പറഞ്ഞു. ഡേറ്റ്, ഇപ്പൊ ക്വാണ്ടിറ്റി റിസീവ്ഡ്, നമ്മ ഒരു 500 മെഡിസിൻ സ്വീകരിച്ചിട്ടുണ്ട്, നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട്. അതില് 300 മെഡിസിൻ മാത്രം എന്താണ് ഫാർമസിയിൽ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട്, വിതരണത്തിന് വേണ്ടി നൽകിയിട്ടുള്ളൂ. ബാലൻസ് എത്ര മെഡിസിൻ ഉണ്ടാവും? 200 മെഡിസിൻ ബാക്കി സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ? സ്റ്റോറില്ല ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ ബിൻ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു മെഡിസിനിന്റെ സ്റ്റോക്ക് പൊസിഷൻ അറിയാൻ സാധിക്കുമോ? ഇത്ര മെഡിസിൻ സ്റ്റോർ റൂമിൽ സ്റ്റോക്ക് ഉണ്ട്. എന്താണ് വിഷയൊക്കെ കഴിഞ്ഞപ്പോ എല്ലാം പോയോ? എല്ലാവരും എന്താ മിണ്ടാത്തേ? ഓക്കെ. അപ്പൊ നമുക്ക് എന്താണ് ബിൻ കാർഡ് സ്റ്റോക്ക് പൊസിഷൻ, ഒരു മെഡിസിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഫാർമസി റിലേറ്റഡ് ചെയ്ത് പ്രോഡക്റ്റിന്റെ സ്റ്റോക്ക് പൊസിഷൻ മനസ്സിലാക്കാനായി സാധിക്കുന്നു. നെക്സ്റ്റ് ഷോർട്ട് എക്സ്പയറി ടു ബി അറേഞ്ച്ഡ് ഇൻ ഫ്രണ്ട് ആൻഡ് ലോങ് എക്സ്പയറി അറ്റ് ദ ബാക്ക് അല്ലെ. നമ്മ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഡേറ്റ് തീരാറായ ഒരു പ്രോഡക്റ്റ് ആ ഒരു ഫ്രണ്ടിൽ വെക്കും അല്ലെ. ബ്രെഡ് ഒക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബ്രെഡ്, പാല് അല്ലെ, ഐസ്ക്രീം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഡേറ്റ് തീരാറായ സാധനങ്ങൾ അവർ ഫ്രണ്ടിൽ വെക്കും. ഡേറ്റ് കുറച്ചുകൂടി കൂടുതലുള്ളത് അവർ ബാക്കിൽ സൂക്ഷിക്കില്ലേ. അപ്പൊ എന്താണ്? ഡേറ്റ് തീരാറായത് പെട്ടെന്ന് ആകാറായത് അല്ലെ, എന്താണ്? പെട്ടെന്ന് സെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഷോർട്ട് എക്സ്പയറി മരുന്നുകൾ ഫ്രണ്ടിലും ലോങ് എക്സ്പയറി കൂടുതൽ എക്സ്പയറി ഡേറ്റ് ഉള്ളത് ബാക്കിലുമായിട്ട് അറേഞ്ച് ചെയ്യുക. നെക്സ്റ്റ് FIFO, 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 ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രൊസീജിയർ ടു ബി ഫോളോഡ്. എന്താണ് ഫസ്റ്റ് ഇൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ ഫസ്റ്റ് പർച്ചേസ് ചെയ്ത മരുന്നുകൾ ഫസ്റ്റ് ഔട്ട് ചെയ്യുക, ഫസ്റ്റ് വിതരണം ചെയ്യുക. എന്താ വെച്ചാൽ എന്താണ്? അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിയില്ലേ, ആണോ അല്ലെ? അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് വാങ്ങിച്ച മരുന്നുകള് ഫസ്റ്റ് വിതരണം ചെയ്യുക, ഫസ്റ്റ് ഔട്ട് പ്രൊസീജിയർ ടു ബി ഫോളോഡ്. ആ ഒരു പ്രൊസീജിയർ നടപടിക്രമമായിരിക്കണം ഫാർമസിയിൽ ഫോളോ ചെയ്യേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് ദ ഡ്രഗ് ഷുഡ് ബി യൂസ്ഡ് ബിഫോർ ദ ഡേറ്റ് ഓഫ് എക്സ്പയറി അല്ലെ. എക്സ്പയറി കഴിഞ്ഞ മരുന്നുകള് നമ്മ യൂസ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്? ദ ഡ്രഗ് ഷുഡ് ബി യൂസ്ഡ് ബിഫോർ ദ എക്സ്പയറി. നമ്മ ആ ഡ്രഗ്സുകള് എക്സ്പയറി ഡേറ്റ് വരെ മാത്രം ഇതാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. എക്സ്പയറി ഡ്രഗ്സ് ടു ബി ഡിസ്പോസ്ഡ് ഓഫ് ആസ് പെർ റൂൾ. എക്സ്പയറി കഴിഞ്ഞ മരുന്നുകള് നമ്മ എന്ത് ചെയ്യണം? ആ ഒരു റൂൾ അനുസരിച്ച് നമ്മ ഡിസ്പോസ് ചെയ്യണം അല്ലെ, നശിപ്പിച്ച് കളയണം. ഇപ്പൊ ഓരോ ഹോസ്പിറ്റലുകളും ഇപ്പം ഓരോ പ്രത്യേക റൂൾസ് ആ ഒരു ഹോസ്പിറ്റലിന്റെ സൈസ്. ഇപ്പൊ നിങ്ങൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ പഠിച്ചില്ലേ?
അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിന്റെ സൈസിന്റെ അടിസ്ഥാനത്തില് അവിടുത്തെ ഫെസിലിറ്റീസിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് അവിടുത്തെ മരുന്നുകളെ ഡിസ്പോസ് ചെയ്യുന്നത്, എക്സ്പയറി മരുന്നുകളെ ഡിസ്പോസ് ചെയ്യുന്നത്. അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ അങ്ങനെ ഉണ്ടായിരിക്കും. ഇപ്പൊ സ്മോൾ സൈസ് ഒരു ഹോസ്പിറ്റലില് ചെറിയ രീതിയിലുള്ള ഫെസിലിറ്റീസ് ഒക്കെയാണ് അല്ലെ ഉണ്ടാവുന്നത്, ആണോ അല്ലെ? അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിന്റെ നിയമം അനുസരിച്ച് എക്സ്പയറി കഴിഞ്ഞ മരുന്നുകള് ഡിസ്പോസ് ചെയ്യുക, നശിപ്പിച്ച് കളയുക. ക്ലിയർ ആയോ? ജനറൽ ഡ്രഗ്സുകളുടെ നെക്സ്റ്റ് നാർക്കോട്ടിക് ഡ്രഗ്സുകൾ അല്ലെ. നാർക്കോട്ടിക് ഡ്രഗ്സുകൾ എന്താണ്? there should be different special organization for narcotic drugs like morphine, pethidine, barbiturates. This കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ നാർക്കോട്ടിക് ഡ്രഗ്സുകളെ സൂക്ഷിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ അതോറിറ്റി ഒക്കെ. ലാസ്റ്റ് പോയിന്റ്, എക്സ്പയറി ഡ്രഗ്സ് ടു ബി ഡിസ്പോസ്ഡ് ആസ് പെർ റൂൾ. ഓരോ ഹോസ്പിറ്റലിന്റെയും റൂൾസ്, നിയമങ്ങൾ അനുസരിച്ച് എക്സ്പയറി കഴിഞ്ഞ മരുന്നുകൾ ഡിസ്പോസ് ചെയ്യുക, നശിപ്പിച്ച് കളയുക. ഇപ്പൊ ലാർജ് സൈസ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ അത്രയും ഫെസിലിറ്റീസ് സ്മോൾ സൈസ് ഹോസ്പിറ്റലിൽ ഉണ്ടാവോ? ബയോ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, വേസ്റ്റ് ഡിസ്പോസലിന് വേണ്ടിയിട്ട് ഇല്ല അല്ലെ. അപ്പൊ അതിനുള്ള സജ്ജീകരണങ്ങളും അതിനുള്ള റൂൾസ് ഒക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ ഓരോ ഹോസ്പിറ്റലിന്റെയും റൂൾസുകൾ അനുസരിച്ച് എന്ത് ചെയ്യുക, മരുന്നുകള് ഡിസ്പോസ് ചെയ്യുക, എക്സ്പയറി കഴിഞ്ഞ മരുന്നുകള് ഡിസ്പോസ് ചെയ്യുക. ക്ലിയർ ആയോ? FIFO procedures to be followed. FIFO എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞാല് ആദ്യം വാങ്ങിച്ച മരുന്നുകള് ആദ്യം വിറ്റഴിക്കുക. ഇപ്പൊ നമ്മ ആദ്യം വാങ്ങിച്ച മരുന്നുകൾക്ക് എന്താണ് എക്സ്പയറി ഡേറ്റ്? രണ്ടാമത് വാങ്ങിച്ച എത്ര ഉണ്ടാവോ? ഇല്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം വാങ്ങിച്ച മരുന്നുകള് ആദ്യം വിറ്റഴിക്കുക. അതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രൊസീജിയർ. ക്ലിയർ ആയോ? നെക്സ്റ്റ് നാർക്കോട്ടിക് ഡ്രഗ്സ്. നാർക്കോട്ടിക് ഡ്രഗ്സ് മീൻസ് പറഞ്ഞു അല്ലെ. എന്താണ് ഡ്രഗ്സ് എടുത്തപ്പോ തന്നെ പറഞ്ഞു അതെന്താണ്? ഡിഫറെന്റ് ഓതറൈസേഷന്റെ കീഴിലാണ് സൂക്ഷിക്കുന്നത് അല്ലെ. അത് നമ്മുടെ നാർക്കോട്ടിക് ഡ്രഗ്സുകൾ സൂക്ഷിക്കാനായിട്ട് ഡിഫറെന്റ് സ്പെഷ്യൽ ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കും. ആ നാർക്കോട്ടിക് ഡ്രഗ്സുകൾ മാത്രം മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ട് സ്പെഷ്യൽ ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കും. നാർക്കോട്ടിക് ഡ്രഗ്സുകളുടെ എക്സാമ്പിൾ ആണ് മോർഫിൻ, പെത്തഡിൻ, ബാർബിറ്റുറേറ്റ്സ് അല്ലെ. ഇതൊക്കെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? മോർഫിൻ നമ്മ എന്താണ് പെയിൻ കില്ലേഴ്സ് അല്ലെ, പെയിൻ റിലീഫിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പെത്തഡിൻ അതെ പെയിൻ റിലീഫിന്. ബാർബിറ്റുറേറ്റ്സ് നമ്മ സെഡേഷന് വേണ്ടിയൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. സെഡേഷന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നിങ്ങ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഈ മരുന്നുകള് ഉപയോഗിക്കുന്നത് വേറൊരു രീതിയില മയക്കുമരുന്നുകളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. മയക്കുമരുന്നുകളൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ മറ്റു രീതിയിൽ മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നാർക്കോട്ടിക് ഡ്രഗ്സുകൾ കൃത്യമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഓർഗനൈസേഷൻ, സെപ്പറേറ്റ് ഓർഗനൈസേഷൻ, മറ്റു വ്യക്തികളായിരിക്കണം സൂക്ഷിക്കേണ്ടത്. ക്ലിയർ ആയോ? അധികാരപ്പെട്ട ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ്. നെക്സ്റ്റ് പറയുന്നത് പ്രിസൈസ് റെക്കോർഡിംഗ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ്. എന്താണ്? നാർക്കോട്ടിക് ഡ്രഗ്സുകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള അനസ്തേഷ്യക്ക് സെഡേഷന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് പ്രിസൈസ് റെക്കോർഡ് ഷുഡ് ബി മെയിൻറ്റെയിൻ. എന്താണ്? പ്രിസൈസ് ആയിട്ടുള്ള അല്ലെ കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ സൂക്ഷിക്കുക അല്ലെ. വേണ്ടേ? നാർക്കോട്ടിക് ഡ്രഗ്സുകള് എത്ര സ്റ്റോക്ക് ഉണ്ട് അല്ലെ. നാർക്കോട്ടിക് ഡ്രഗ്സുകള് എത്ര സ്റ്റോക്ക് ഉണ്ട് അല്ലെ, എത്ര മരുന്നുകള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ, വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം അതിനുവേണ്ട കൃത്യമായിട്ട് റെക്കോർഡുകൾ സൂക്ഷിക്കുക. നെക്സ്റ്റ് ഓൾവേസ് ടു ബി സ്റ്റോർഡ് അണ്ടർ ലോക്ക് ആൻഡ് കീ. എന്താണ്? നാർക്കോട്ടിക് ഡ്രഗ്സുകൾ എല്ലായ്പ്പോഴും അല്ലെ എപ്പോഴും എന്താണ്? സ്റ്റോർഡ് അണ്ടർ ലോക്ക് ആൻഡ് കീ. എന്താണ്? ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക. ക്ലിയർ ആയോ? നമ്മ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ നമ്മ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? തുറന്നിടോ?
അലമാരിയിലേക്ക് കൊണ്ടുപോയി തുറന്നിടോ? വിലപിടിപ്പുള്ള സാധനങ്ങള്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രേഖകള് ഇല്ല അല്ലെ, ലോക്ക് ചെയ്ത് തന്നെ സൂക്ഷിക്കുക. അപ്പൊ അതേപോലെ എന്താണ് നർക്കോട്ടിക് ഡ്രഗ്സുകള് ലോക്ക് ആൻഡ് കീപ്, ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക. ക്ലിയർ ആണോ? ഈ നർക്കോട്ടിക് ഡ്രഗ്സുകളില്ലേ മിസ് ഇതിൽ പറഞ്ഞിരിക്കുന്ന മൂന്നെണ്ണം എക്സാമ്പിള്, മോർഫിന്, പെറ്റഡിന്, ബാർബിട്രേസ്, അതൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, ക്വസ്റ്റ്യൻ വരുന്നതാണ് എക്സാമിന്. മാർക്ക് ചെയ്യാം കേട്ടോ. ഫിഫോ ചോദിക്കുന്നതാണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. പിന്നെ ഡാഷ് ഡെപിക്റ്റിംഗ് സ്റ്റോക്ക് പൊസിഷൻ ചോദിക്കുന്നതാണ്, ബിൻ കാർഡ് ചോദിക്കുന്നതാണ്. അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് അല്ലെ, എന്താണ് മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, തീപിടുത്താൻ ഉണ്ടാവാൻ സാധ്യതയുള്ളത് അല്ലെ, അതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്താണ്, സ്പാർക്കിംഗ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇൻഫ്ലേമബിൾ ഡ്രഗ്സുകൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? നോക്കിയേ, ഡിഫറെന്റ് എൻക്ലോഷർ ടു ബി മെയ്ഡ് ഫോർ ഈസിലി കൈൻഡ് തിങ്സ് ലൈക്ക് സ്പിരിറ്റ്, ഗ്യാസസ് ആൻഡ് കെമിക്കൽസ്. എന്താണ് പെട്ടെന്ന് തീപിടുത്തം ഉണ്ടാവാൻ സാധ്യതയുള്ള സ്പിരിറ്റ്, ഗ്യാസ്, കെമിക്കൽസ് അതുപോലെയുള്ള സാധനങ്ങൾ മെറ്റീരിയൽസിന്റെ അടുത്ത് നിന്ന് മാറിയായിട്ടായിരിക്കണം, ഡിഫറെന്റ് ഏരിയാസിലായിരിക്കണം ഇൻഫ്ലേമബിൾ ഡ്രഗ്സുകൾ സൂക്ഷിക്കാൻ. നെക്സ്റ്റ് പറയാൻ ബിൻ കാർഡ് ചോദിക്കുന്ന, ബിൻ കാർഡ് ഡാഷ് ഡെപിക്റ്റിംഗ് സ്റ്റോക്ക് പൊസിഷൻ, ഏതാണ് സ്റ്റോക്ക് പൊസിഷനെ സൂചിപ്പിക്കുന്നത്? ബിൻ കാർഡ്. ആ ഒരു സെക്കൻഡ് പോയിന്റ് ക്വസ്റ്റ്യൻ വരുന്നതാണ്, എക്സാം പേപ്പറിലൊക്കെ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് സഫിഷ്യന്റ് വെന്റിലേഷൻ ആൻഡ് ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് അല്ലെ. എന്താണ് ഈ സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള വെന്റിലേഷൻ വേണ്ടേ? ഇപ്പൊ നമ്മ അടുക്കളയിൽ അല്ലെ വെന്റിലേഷൻ ഇടാറില്ലേ? ഗ്യാസ് ഒക്കെ ഉപയോഗിക്കുന്നത് കാരണം അല്ലെ, ഗ്യാസ് ഒക്കെ യൂസ് ചെയ്യുന്നത് കാരണം, തീപിടുത്തം ഉണ്ടാവാൻ സാധ്യതയുള്ളത് കാരണം അല്ലെ. അപ്പൊ അതേപോലെ എന്താണ് സഫിഷ്യന്റ് വെന്റിലേഷൻ ആൻഡ് ഒന്നുകൂടെ പറയാം കേട്ടോ, ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് അല്ലെ. എന്താണ് തീപിടുത്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അണയ്ക്കുന്നതിന് വേണ്ട അറേഞ്ച്മെന്റ്സ് അല്ലെ, ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് പോലെയുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ എന്താണ് ഇൻഫ്ലേമബിൾ ഡ്രഗ്സുകൾ സൂക്ഷിക്കുന്ന ഏരിയാസിൽ ഉണ്ടായിരിക്കണം. ഫസ്റ്റ് പറയുന്നത് എന്താണ്, നമുക്ക് സ്പിരിറ്റ്, ഗ്യാസസ് ഒക്കെ എന്താണ് പെട്ടെന്ന് തീപിടുത്തത്തിന് സഹായിക്കുന്ന മെറ്റീരിയൽസ് ആണോ? ഗ്യാസസ്, സ്പിരിറ്റ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളുടെ, അങ്ങനെയുള്ള മെറ്റീരിയൽസിന്റെ അടുത്ത് നിന്ന് മാറി വേറൊരു ഏരിയാസിലായിരിക്കണം എന്താണ് ഇൻഫ്ലേമബിൾ ഡ്രഗ്സുകൾ സൂക്ഷിക്കാനായിട്ട്, സ്റ്റോർ ചെയ്യാൻ വേണ്ടി. ക്ലിയർ ആയത്? ഇപ്പൊ നമ്മുടെ പെട്ടെന്ന് ക്ലിയർ ആവാൻ വേണ്ടി മിസ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടില് നമ്മുടെ അടുപ്പും ഗ്യാസും കൂടെ നമ്മൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പണിയാറുണ്ടോ? ഗ്യാസും അടുപ്പും ഉണ്ടോ? ഇല്ല അല്ലെ. എന്തുകൊണ്ടാണത്? സെപ്പറേറ്റ് ഏരിയാസിലായിരിക്കും അല്ലേ അത്? എന്തുകൊണ്ടാണ്? തീപിടുത്തം ഉണ്ടാവും അല്ലെ, ഫയർ ഉണ്ടാവാൻ. അതേപോലെ ഈ സ്പിരിറ്റ്, ഗ്യാസസ് ഒക്കെ എന്താണ് തീപിടുത്തം ഉണ്ടാകാൻ സഹായിക്കുന്ന മെറ്റീരിയൽസ് അല്ലേ. ഒരു ചെറിയ സ്പാർക്കിങ് വന്നു കഴിഞ്ഞാൽ അല്ലെ, ഒരു ഷോർട്ട് സർക്യൂട്ട് വന്നാൽ മതി അല്ലെ, ഒരു ഷോർട്ട് സർക്യൂട്ട് വന്നാൽ മതി. അപ്പൊ എന്ത് ചെയ്യും? ഈ സ്പിരിറ്റിന്റെ അവിടെ നിന്നൊക്കെ തീപിടുത്തം ഉണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ ഇൻഫ്ലേമബിൾ ഡ്രഗ്സും അങ്ങനെയല്ലേ തീപിടുത്തം ഉണ്ടാകാൻ സഹായിക്കുന്നതാണ് അല്ലെ, അതിലുള്ള കണ്ടന്റുകൾ. അപ്പൊ അതുകൊണ്ട് ഈ സ്പിരിറ്റ്, ഗ്യാസസ് മറ്റ് തീപിടുത്തം ഉണ്ടാക്കാൻ സഹായിക്കുന്ന കെമിക്കൽസിന്റെ അടുത്ത് നിന്ന് മാറിയിട്ടായിരിക്കണം സൂക്ഷിക്കേണ്ടത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നത് എക്സ്ഹോസ്റ്റ് ഫാൻ ഫോർ എയർ ടു പാസ് ത്രൂ. എന്താണ് എയർ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഏരിയാസിൽ എക്സ്ഹോസ്റ്റ് ഫാൻ ഉണ്ടായിരിക്കണം, ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ? നമ്മളാണെങ്കിലും വീട്ടില് രാവിലെ ഗ്യാസ് ഓൺ ആക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ജനലുകളൊക്കെ തുറന്നിട്ട് എയറൊക്കെ പാസ് ചെയ്തിട്ടല്ലേ ഗ്യാസ് ഒക്കെ ഓപ്പൺ ചെയ്യുന്നത്? ആണോ? ജനലുകളൊക്കെ തുറന്നിട്ട് അല്ലെ, വാതിലുകളൊക്കെ തുറന്നിട്ടിട്ടായിരിക്കും
ഗ്യാസ് ഓപ്പൺ ചെയ്യുന്നത് അല്ലെ എന്തിനു വേണ്ടിയിട്ട്? എയർ പാസേജ് നടക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ? എയർ പാസേജ് നടക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ എന്താണ് ഈ ഒരു ഇൻഫ്ലേമബിൾ ഡ്രഗ്സുകൾ സൂക്ഷിക്കുന്ന ഏരിയാസിൽ എയർ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സോസ്റ്റ് ഫാനുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്? കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകൾ അല്ലെ. കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകൾ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? ഡ്രഗ്സ് സച്ച് ആസ് ആന്റിബയോട്ടിക്സ് അല്ലെ, നമുക്കറിയാം ആന്റിബയോട്ടിക്സുകൾ, വിറ്റാമിൻസ് അല്ലെ, ലിവർ എക്സ്ട്രാക്ട്സ്, അതായത് ലിവർ കരൾ സത്തുക്കള്. നമുക്ക് ഈ ഇരുമ്പ് ഒക്കെ കുറവുണ്ടെങ്കിൽ, അയോണിന്റെ കുറവുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് തരാറില്ല, ലിവർ എക്സ്ട്രാക്ട്സ് തരാറുണ്ട് അല്ലെ, അയോണിന്റെ കുറവൊക്കെ വരുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള ലിവർ എക്സ്ട്രാക്ട്സ് ഷുഡ് ബി ഇൻ സ്റ്റോർഡ് കോൾഡ് റൂം ബിറ്റ്വീൻ 15 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. 15% എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് വെട്ടിയിട്ട് 15 ഡിഗ്രി സെൽഷ്യസ് ടു 20 ഡിഗ്രി സെൽഷ്യസ്, 15 ഡിഗ്രി സെൽഷ്യസ് മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് വരെ എന്താണ് റൂം കോൾഡ് ആയിട്ടുള്ള തണുപ്പുള്ള ഏരിയാസിലായിരിക്കണം ആന്റിബയോട്ടിക്സുകൾ, വിറ്റാമിൻസ്, ലിവർ എക്സ്ട്രാക്ട്സ് ഒക്കെ സൂക്ഷിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് the room should be air conditioned with the temperature control facilities അല്ലെ. ആ ഒരു റൂം എയർ കൺട്രോൾ എന്താണ് എയർ കണ്ടീഷൻ ചെയ്തതായിരിക്കണം അല്ലെ, AC ഉള്ളതും പിന്നെ എന്താണ് ടെമ്പറേച്ചർ കൺട്രോൾ ഫെസിലിറ്റി ഉള്ളതുമായ റൂം ആയിരിക്കണം കോൾഡ് സ്റ്റോറേജ് ഏരിയാസ്. നമുക്ക് കോൾഡ് സ്റ്റോറേജ് ഏരിയാസിൽ ആ ഒരു സെക്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചൂട് അനുഭവപ്പെടാറുണ്ടോ? തണുപ്പായിരിക്കും അല്ലെ, ഭയങ്കര കൂളിംഗ് ആയിരിക്കും അല്ലെ അല്ലേ? അപ്പൊ എന്താണ് എയർ കണ്ടീഷൻഡ് ടെമ്പറേച്ചർ കൺട്രോൾ ഫെസിലിറ്റീസ്, ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന സൗകര്യങ്ങളുള്ള ഒരു എയർ കണ്ടീഷൻഡ് റൂമിലായിരിക്കണം കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകൾ സൂക്ഷിക്കാൻ. നെക്സ്റ്റ് പറയുന്നത് ഡ്രഗ് ലൈക്ക് വാക്സിനുകള്, സെറം, ഹോർമോൺസ് എക്സെട്ര ഹാവ് ടു ബി സ്റ്റോർഡ് 2 to 8 ഡിഗ്രി സെൽഷ്യസ് ഇൻ ഡീപ് ഫ്രീസർ ഓർ വാക്കിൻ കൂളർ. എന്താണ് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ വാക്സിൻ എടുക്കാറില്ലേ? ആ വാക്സിനുകള്, സെറം, ഹോർമോണുകളൊക്കെ എന്താണ് 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് വരെ ഡീപ്പായിട്ടുള്ള കൂടുതൽ ഫ്രീസ് ആയിട്ടുള്ള ഫ്രീസേഴ്സിലോ അതല്ലെങ്കിൽ വാക്കിൻ കൂളേഴ്സിലായിരിക്കണം സൂക്ഷിക്കേണ്ടത്. വാക്കിൻ കൂളർ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? വാക്കിൻ കൂളർ എന്താണെന്നറിയോ? വാക്കിൻ കൂളർ ഇതൊക്കെ ക്വസ്റ്റ്യൻ വരില്ല. നമുക്ക് വീടുകളിൽ പോളിയോ ഒക്കെ കൊണ്ടുതരാറില്ലേ? കുഞ്ഞുങ്ങൾക്ക് പോളിയോ ഒക്കെ കൊണ്ടുതരാറുണ്ട് അല്ലെ, പോളിയോ എടുക്കാത്ത കുട്ടികൾക്ക്, ആശാ വർക്കേഴ്സ് ഒക്കെ. അപ്പൊ അവരെങ്ങനെയാണ് അത് കൊണ്ടുവരുന്നത്? കയ്യിലൊരു കൂളർ ഉണ്ടാവില്ലേ? വാക്കിംഗ് കൂളറ് പോലെ അതില് ഐസ് ഇട്ട് തണുപ്പിച്ചിട്ടല്ലേ പെട്ടി പോലത്തെ ആ ഒരു കൂളർ, ആ ഒരു ഇതിനെയാണ് വാക്കിംഗ് കൂളർ എന്ന് പറയുന്നത്. എന്താണ് നമുക്കറിയാം, വാക്സിനുകളൊക്കെ നമ്മൾ നല്ലോണം തണുപ്പിച്ചല്ലേ 2 ഡിഗ്രി തെർമോകോളിന്റെ ബോക്സ് പോലെ അല്ലെ. 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് വരെ എന്താണ് ഡീപ്പ് കൂളറിലായിരിക്കണം, ഡീപ്പ് ഫ്രീസറിലായിരിക്കണം സൂക്ഷിക്കേണ്ടത് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂളറാണ് വാക്കിംഗ് കൂളർ. നമുക്ക് കയ്യിൽ പിടിച്ച് കൊണ്ടുപോകാൻ തരത്തില്. ഇപ്പൊ സിനിമയിലൊക്കെ കാണാറില്ലേ ഹാർട്ടൊക്കെ കൊണ്ടുവരുന്നത് വേറൊരു സ്ഥലത്ത് നിന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അത് എന്താണ് വാക്കിംഗ് കൂളറാണ് അല്ലെ, കയ്യിൽ കൊണ്ടുവരുന്നത്. അതിന് ഡാമേജ് വരാൻ പാടില്ല അല്ലെ, അത്രയും സേഫ് ആയിട്ട് അല്ലെ, പ്രൊട്ടക്റ്റ് ആയിട്ട് വേണ്ടി കൊണ്ടുവരാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള എന്താണ് നമുക്ക് കയ്യിൽ പിടിച്ചു കൊണ്ടുപോകാം. പക്ഷെ എന്താണ് ഈ ടെമ്പറേച്ചർ നമുക്ക് കീപ്പ് ചെയ്യാൻ വേണം അല്ലെ. 2 ഡിഗ്രി മുതൽ 8 ഡിഗ്രി വരെ ഡീപ് ഫ്രീസേഴ്സ് ആയിരിക്കണോ? അപ്പൊ ആ ഒരു ഇതിലായിരിക്കണം എന്താണ് വാക്സിനുകള്, സെറം, ഹോർമോണുകളൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. ചോദിക്കാറുണ്ട് കേട്ടോ, വാക്സിൻ, സെറം പിന്നെ ഹോർമോണുകളൊക്കെ എത്ര ഡിഗ്രി സെൽഷ്യസിലുള്ള ഇതിലാണ് ഫ്രീസേഴ്സിലാണ് സൂക്ഷിക്കുന്നത്? 2 ഡിഗ്രി ടു 8 ഡിഗ്രി സെൽഷ്യസ്. നോട്ട് ചെയ്യാട്ടോ.
കൂടാതെ എന്താണ് ടെമ്പറേച്ചർ എക്സിബിറ്റിംഗ് ത്രൂ ഡയൽ തെർമോമീറ്റർ ആൻഡ് ടെമ്പറേച്ചർ ചാർട്ടിംഗ്. ആ റൂമിലെ ടെമ്പറേച്ചർ നമുക്ക് മനസ്സിലാക്കണം അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു വിറ്റാമിൻസ് ആന്റിബയോട്ടിക്സുകൾ 15 ഡിഗ്രി സെൽഷ്യസ് മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള റൂമിലായിരിക്കണം അല്ലെ സൂക്ഷിക്കേണ്ടത്. കൂളർ ഉള്ള റൂമിലായിരിക്കണം അല്ലെ, തണുത്ത റൂമിലായിരിക്കണം. അപ്പൊ ആ ഒരു റൂമിലെ ടെമ്പറേച്ചർ കൂടാൻ പാടുണ്ടോ? 20 ഡിഗ്രി സെൽഷ്യസിൽ കൂടാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ ആ ഒരു ടെമ്പറേച്ചർ നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട്, എക്സിബിറ്റ് ചെയ്യുന്നതിന് വേണ്ടി, പ്രദർശിപ്പിക്കുന്നതിന് വേണ്ട ഡയൽ തെർമോമീറ്റർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചാർട്ടിംഗ് ഒക്കെ ആ ഒരു റൂമിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആയോ? അതാണ് കോൾഡ് സ്റ്റോറേജ്. സെറം നമ്മുടെ ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന, ഒന്നുകൂടി പറയണം, ലാസ്റ്റ് പോയിന്റ്, നമ്മുടെ സെറം എന്ന് പറഞ്ഞാല് രക്തം കട്ട പിടിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു മഞ്ഞ കളറിലെ ഒരു ദ്രാവകം ലഭിക്കാറില്ലേ ബ്ലഡ് കട്ട പിടിച്ചു കഴിയുമ്പോ? അതിനെയാണ് സെറം എന്ന്, ബ്ലഡിന്റെ സെറം എന്ന് പറയുന്നത്. രക്തം കട്ട പിടിക്കുന്ന ഘടകങ്ങളില്ലാത്ത എന്താണ് ഒരു ഇതാണ് എന്താ സെറം, രക്തത്തിലെ സെറം എന്ന് പറയുന്നത്. അതേപോലെ പ്രോട്ടീനിലുണ്ട് അല്ലെ, പ്രോട്ടീൻ സെറം ഉണ്ട്, ആ സെറം. ഓക്കെ, പ്ലാസ്മ എന്നൊക്കെ കേട്ടിട്ടില്ലേ? പ്ലാസ്മ പ്രോട്ടീൻ കേട്ടിട്ടുണ്ടോ? പ്ലാസ്മ എന്നൊക്കെ. ആ ഇനി എന്താണ് സെറൊക്കെ യൂസ് ചെയ്യുന്നില്ലേ? സെറമോത്ത് അല്ലെ, കേട്ടിട്ടില്ലേ? സെറം രക്തം കട്ട പിടിക്കുമ്പോൾ എന്താണ് നമ്മുടെ നമുക്ക് ലഭിക്കുന്ന ആ ഒരു മഞ്ഞ കളറിലുള്ള ദ്രാവകമാണ് സെറം. അപ്പൊ ഇതൊക്കെ പല ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടും ഈ സെറം ഉപയോഗിക്കുന്നുണ്ട്, ഹോർമോൺസ് ഉപയോഗിക്കുന്നുണ്ട്. സെറം നമുക്ക് പല ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഹോർമോൺസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസിന്റെ വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിൽ പല ഇഷ്യൂസ് ഉണ്ടാവാനോ, നമുക്ക് സ്ത്രീകളിൽ ഉണ്ടാവാറുണ്ട് അല്ലെ, പുരുഷന്മാരിൽ ഉണ്ടാവാറുണ്ട് ഹോർമോൺസിന്റെ ചേഞ്ചസ് കൊണ്ട്. ഉണ്ടോ? അപ്പൊ എന്താണ് ഈ സെറമുകള്, ഹോർമോൺസ് ഒക്കെ നമുക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മ അഡീഷണൽ സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ? ഹെയർ ട്രാൻസ്ലേഷന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു സെറം അല്ലെങ്കിൽ ഈ ഹോർമോണുകൾ അല്ലെങ്കിൽ വാക്സിനുകളൊക്കെ എന്താണ് 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് വരെ ഡീപ് ഫ്രീസറിൽ സൂക്ഷിക്കുക. ലാസ്റ്റ് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ എക്സിബിറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മ പറഞ്ഞു എന്താണ് ഹോർമോൺസുകള്, സെറമുകൾ എന്താണ് 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 8 ഡിഗ്രി സെൽഷ്യസിൽ വരെ സൂക്ഷിക്കണം അല്ലെ ഡീപ് ഫ്രീസേഴ്സിൽ. അപ്പൊ അതില് 8 ഡിഗ്രി എന്നുള്ളത് 10 ആവാൻ പാടുണ്ടോ? 10 ആവാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? നമുക്കറിയണം അല്ലെ ആ റൂമിലെ അല്ലെങ്കിൽ അത് സൂക്ഷിക്കുന്ന ആ ഏരിയാസിലെ ടെമ്പറേച്ചർ എത്രയാണെന്ന് നമുക്കറിയണ്ടേ? അപ്പൊ ആ ഒരു ടെമ്പറേച്ചർ ആ ഒരു ഏരിയാസിലെ അല്ലെങ്കിൽ ആ റൂമിലെ ടെമ്പറേച്ചർ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഡയൽ തെർമോമീറ്റർ, നമുക്ക് ടെമ്പറേച്ചർ ആ റൂമിലെ ടെമ്പറേച്ചർ എത്രയാണ് എന്ന് കാണിക്കുന്ന ഡയൽ തെർമോമീറ്റർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചാർട്ടിങ്ങുകൾ ആ ഒരു റൂമില് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെ. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? അതിന് വേണ്ടിയിട്ട് കേട്ടോ. ക്ലിയർ ആയോ? ഫസ്റ്റ് പറയുന്നത് എന്താ? ആന്റിബയോട്ടിക്സുകള്, വിറ്റാമിൻസ്, ലിവർ എക്സ്ട്രാക്ട്സ് ഒക്കെ എന്താണ് 15 ഡിഗ്രി സെൽഷ്യസ് മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് വരെ കൂളായിട്ടുള്ള ഏരിയാസ്, തണുത്ത ഏരിയാസിൽ സൂക്ഷിക്കുക. പിന്നെ എന്താണ് ആ റൂം എന്ത് ചെയ്യണം? എയർ കണ്ടീഷൻ ചെയ്തതും ടെമ്പറേച്ചർ കൺട്രോൾ, ടെമ്പറേച്ചർ നിയന്ത്രിക്കുന്നതിനുള്ള സൗകര്യങ്ങളുള്ള ഫെസിലിറ്റി ഉള്ള ഒരു റൂം ആയിരിക്കണം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് മെഡിക്കേഷൻ പ്രൊസീജിയേഴ്സ് കേട്ടോ. മെഡിക്കേഷൻ മെത്തേഡ് ഓഫ് IPD ഫ്രം ദി ക്യാബിൻ ഓർ വാർഡ്. എങ്ങനെയാണ് ഒരു IPDയിലേക്ക് മെഡിക്കേഷൻ കിട്ടുന്നത്?
ആരെങ്കിലും അഡ്മിറ്റ് ആക്കി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടോ ഇതിൽ ആരെങ്കിലും? പോഴല്ലോ മിസ് ഒരു ഇതിനു വേണ്ടി ചോദിക്കുന്നതാണ്. ഉണ്ടോ? എന്താണ് ആരെ അഡ്മിറ്റ് ആക്കിയിട്ടില്ല? ആരെ അഡ്മിറ്റ് ആക്കിയിട്ടില്ല? ഉണ്ട്, ഷാമിനെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. ഒന്ന് പറഞ്ഞേ എങ്ങനെയാണ് IPD മെഡിക്കേഷൻസ് കിട്ടുന്നത്? ആ ഒരു പ്രൊസീജിയേഴ്സ് പറഞ്ഞേ. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് മിസ് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് തന്നെ ബോറടിക്കുന്നുണ്ട്. ഡോക്ടർ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് തരും അല്ലെ? ആദ്യം തന്നെ നമ്മൾ നോക്കിയിട്ട് ചെക്കപ്പ് ചെയ്തിട്ട് ഡോക്ടർ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് തരും അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും നഴ്സ്? നഴ്സ് എന്ത് ചെയ്യും? ആ ഒരു പ്രിസ്ക്രിപ്ഷൻ എന്ത് ചെയ്യും? അവരുടെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യില്ലേ? ഇലക്ട്രോണിക് മെഷീനിലേക്ക്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഫാർമസി ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മുടെ അഡ്മിനിസ്ട്രേഷനിലുള്ള സ്റ്റാഫ് എന്ത് ചെയ്യും? ഈ പ്രിസ്ക്രിപ്ഷന്റെ കോപ്പി കൊണ്ടുപോയി കൊടുക്കും അല്ലെ? കോപ്പി കൊണ്ടുപോയി കൊടുക്കും. അപ്പൊ അവിടുത്തെ ഫാർമസിസ്റ്റ് എന്ത് ചെയ്യും? ആ ഒരു പ്രിന്റഡ് കോപ്പി നോക്കിങ്ങാണ്ട് ഫാർമസിയിൽ നിന്ന് മരുന്നുകള് നോക്കിങ്ങാണ്ട് എടുത്തു വെക്കും അല്ലെ? മരുന്നുകൾ എടുത്തു വെക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? വിതരണത്തിൽ നിൽക്കുന്ന ഫാർമസിസ്റ്റുകൾ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ചീട്ട് നോക്കി കാണിട്ട് മരുന്നുകൾ എടുത്തു വെക്കും. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്? അവരെതിലാണ് എടുത്തു വെക്കുന്നത്? മിസ് ഇതിൽ പറഞ്ഞുതരാം കേട്ടോ. മെഡിക്കേഷൻ മെത്തേഡ് ഓഫ് IPD ഫ്രം ദി ക്യാബിൻ ഓർ വാർഡ്. ഫസ്റ്റ് നോക്കിയേ, ഡോക്ടേഴ്സ് റൈറ്റ് ദ പ്രിസ്ക്രിപ്ഷൻ. ഡോക്ടേഴ്സ് ആ മരുന്നുകൾ പേഷ്യൻസിനെ നോക്കിയിട്ട് ചെക്കപ്പ് ചെയ്തിട്ട് അവർക്ക് വേണ്ട മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് തരും. The nurse transcribe the prescription by electronic machine onto these. എന്താണ്? നഴ്സ് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ഡോക്ടർ കൈപ്പടയാൽ എഴുതി കൊടുത്ത ആ പ്രിസ്ക്രിപ്ഷന്റെയും ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് രേഖപ്പെടുത്തുന്നു. അത് കഴിഞ്ഞിട്ട് at the pharmacy department administration staff by using electronic machine, nurse electronic request for the medicine onto printed medication order sheet. എന്ത് ചെയ്യുന്നുണ്ട്? ഫാർമസി ഡിപ്പാർട്ട്മെന്റിലേക്ക് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിൽ നിന്ന് ഈ നഴ്സ് ട്രാൻസ്ക്രൈബ് ചെയ്ത് കൊടുത്ത മെഡിസിനുകളുടെ ആ ഒരു എന്താണ് പ്രിസ്ക്രിപ്ഷൻ ചെയ്തിട്ട് കോപ്പി എടുത്തു കൊടുക്കുകയാണ് അല്ലെ? എന്താണ് മെഡിസിനുകൾ ഇലക്ട്രോണിക് കോപ്പി എടുത്തു കൊടുക്കുന്നു. നെക്സ്റ്റ്, ഡിസ്പെൻസേഴ്സ് ഫിസിക്കലി ഒബ്റ്റെയിൻ മെഡിക്കേഷൻ. സോറി ട്ടാ, മീഡിയൻ ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് മെഡിക്കേഷൻ ഫ്രം നേക്കാട്ടാ. മെഡിക്കേഷൻ ഫ്രം, മീഡിയൻ ടൈം എന്നുള്ളത് വെട്ടിയിട്ട് മെഡിക്കേഷൻ ഫ്രം. എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്പെൻസേഴ്സ് അല്ലെ? വിതരണത്തിന് നിൽക്കുന്ന ആ ഒരു ഫാർമസിയില് വിതരണത്തിന് നിൽക്കുന്ന സ്റ്റാഫുകൾ എന്ത് ചെയ്യും? ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ചീട്ട് അനുസരിച്ച് മെഡിക്കേഷൻ ഫ്രം ദ ഷെൽഫ് ടു ഡിസ്പെൻസിംഗ് ടേബിൾ ആസ് പെർ ദ പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ അല്ലെ? ആ ഒരു പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ മരുന്നുകൾ എടുത്തു വെക്കുന്നു. നെക്സ്റ്റ്, then medicine should be kept in a small medication cart along with the printed medication order sheet. അവരെങ്ങനെയാണ് എടുത്തു വെക്കുന്നത്? നമ്മൾ ഹോസ്പിറ്റലില് ഫാർമസിയിൽ നിൽക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ? ഒരു പ്ലാസ്റ്റിക്കിന്റെ ട്രെയിലൊക്കെ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ട്രെയിലൊക്കെ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ചീറ്റിന്റെ ഒപ്പം അവർ ആ മരുന്ന് എടുത്തു വെക്കുന്നത് അല്ലേ? ആണോ? അല്ലേ? അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു മെഡിക്കേഷൻ കാർട്ടില് ആ ഒരു മെഡിക്കേഷൻ ഫോമിന്റെ ഒപ്പം അവർ ആ മെഡിസിനുകൾ എടുത്തു വെക്കാണ് അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ്? മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ? ആണോ? അങ്ങനെയല്ലേ? കണ്ടിട്ടില്ലേ മക്കളെ? അപ്പൊ
The medicine should be kept in a small medication cart along with the printed medication order sheet. ആ ഒരു printed medication order sheetനൊപ്പം അവരെല്ലാം എന്ത് ചെയ്യേണ്ട കൊടുക്കുന്നതിന് വേണ്ട മെഡിസിനുകൾ ആ ഒരു സ്മോൾ മെഡിക്കേഷൻ കാർഡിലേക്ക് എടുത്ത് സൂക്ഷിക്കുന്നു അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഫാർമസിസ്റ്റ് ക്രോസ് ചെക്ക് ദ മെഡിക്കേഷൻ ഇല്ലേ. നമുക്ക് അവിടെ നിന്ന് തരുന്ന മെഡിസിൻ ഫാർമസിസ്റ്റ് എന്ത് ചെയ്യും ആ എടുത്തു വെച്ച മരുന്നുകൾ ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാറുണ്ടോ? ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാറില്ലേ? മരുന്ന് എടുത്തു വെച്ച മരുന്നുകള് കറക്റ്റ് ആണോ അല്ലെ? കറക്റ്റ് ആണോ അല്ലെ? എന്തെങ്കിലും മരുന്നുകൾ മാറിപ്പോയിട്ടുണ്ടോ അല്ലെ? അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് ഫാർമസിസ്റ്റ് ആ ഒരു മരുന്നുകള് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്നു. Next, after verifying proper dispensing pharmacy aid bag all the medication into bag for patient wise and stick to the medication order along with it. എന്താണ് നമുക്ക് ആ മരുന്നുകൾ എന്നിട്ട് അവർ എന്ത് ചെയ്യാറുണ്ട് നമുക്ക് ഫാർമസിന്ന് ഈ മരുന്നുകളൊക്കെ ഇട്ട് ഒരു ബാഗ് തരാറില്ലേ, ഒരു കാപ്പി കളറില്ലേ, ഒരു ബ്രൗൺ കളറില്ലേ അല്ലേ അല്ലേ ആണോ? അല്ലാണ്ട് വെറുതെ മരുന്നുകൾ പറക്കി തരാണോ ചെയ്യുന്നത്? മരുന്നുകൾ വെറുതെ പറക്കി തരാണോ ചെയ്യുന്നത്? അതിന്റെ ആ ഒരു മെഡിക്കേഷൻ ബാഗിലിട്ടാണ് അല്ലേ തരുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു പ്രോപ്പർ ഡിസ്പെൻസിങ്ങിന് ഫാർമസിയിൽ നിന്ന് ശരിയായ രീതിയിലുള്ള ഡിസ്പെൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഫാർമസി എയ്ഡ് ബാഗിലേക്ക് ആ മെഡിക്കേഷൻസ് ഇട്ടിട്ട് എന്താണ് ആ ഒരു മാറിപ്പോവാതിരിക്കാനായിട്ട് നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ ചെയ്തും അതുപോലെ കൂടി സ്റ്റിക്ക് ചെയ്ത് തരാറുണ്ട് അല്ലെ, സ്റ്റാപ്ലർ അടിച്ച് തരാറില്ലേ? നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്ക്. ഇത് മിസ് ഇങ്ങനെ പറയുമ്പോ നിങ്ങൾക്ക് ഒരു ഒരു ഇത് കിട്ടുന്നില്ല അല്ലെ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അല്ലേ. നമ്മുടെ ആ മെഡിസിനുകൾ ആ ഒരു ബാഗിൽ ഇട്ടിട്ട് അവരെന്ത് ചെയ്യും ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ചീട്ട് അതുമേൽ കൂടി വെച്ച് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് തരാറില്ലേ, സ്റ്റാപ്ലർ അടിച്ച് തരില്ലേ? ആണോ? ബാക്കിയുള്ളവരെന്താ മിണ്ടാതിരിക്കുന്നേ? ക്ലിയർ ആവാനാണോ? ഇത് വെച്ചി ഓക്കെ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ബാഗിലിട്ട് നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ ചുട്ടും കൂടെ അതുമല്ല വെച്ച് സ്റ്റാപ്ലർ അടിച്ചു തരുന്നു അല്ലെ, സ്റ്റിക്ക് ചെയ്ത് തരുന്നു. ലേബലിംഗ് ഈസ് ഓൾസോ ഡൺ ഇഫ് നെസസറി അല്ലെ. നമുക്ക് ചിലപ്പോ എന്താണ് ഇന്ന മരുന്ന് ഇന്ന സമയത്തോട് ഉപയോഗിക്കണം അല്ലെ, ഒരു വീതം 2 നേരം അല്ലെങ്കിൽ എന്താണ് ഒരു വീതം 3 നേരം അല്ലെ, അല്ലെങ്കിൽ രാവിലെ ഭക്ഷണത്തിന് മുമ്പ് എന്നൊക്കെ പറഞ്ഞ് ലേബൽ ചെയ്ത് തരണ്ടേ? അപ്പൊ എന്താണ് ലേബലിംഗ് ഈസ് ഓൾസോ ഡൺ ഇഫ് നെസസറി അല്ലെ. നമുക്ക് ലേബലിംഗ് ചെയ്യേണ്ടതില്ല ആ ഒരു മരുന്നുകളെ കുറിച്ച് അവർ ലേബലും ചെയ്ത് തരുന്നു അല്ലെ. സബ്മിറ്റ് ദ മെഡിക്കേഷൻ പേഷ്യന്റ് വൈസ് ടു ദി നഴ്സ് അക്കൗണ്ടബിൾ ഇൻ ദ ഫ്ലോർ. ഓരോ ഫ്ലോറിലേക്കും അനുയോജ്യമായിട്ടുള്ള അക്കൗണ്ടബിൾ ആയിട്ടുള്ള നഴ്സ് ഉണ്ടായിരിക്കുമല്ലോ അല്ലെ. ഓരോ ഫ്ലോറിലേക്കും നിയോഗിച്ചിട്ടുള്ള അല്ലെ ഡ്യൂട്ടിയുള്ള നഴ്സുമാരുണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു നഴ്സിന് ഈ മരുന്നുകൾ ഫാർമസിയിൽ നിന്ന് സബ്മിറ്റ് ചെയ്തു അല്ലെ നൽകുന്നു. നെക്സ്റ്റ് എന്താണ് ദ നഴ്സ് റിസീവ് മെഡിസിൻ ഫ്രം ഫാർമസി എയ്ഡ് ആൻഡ് ചെക്ക് ദ ക്വാണ്ടിറ്റി അക്കോർഡിംഗ് ടു ദ റിക്വയർമെന്റ്സ്. നഴ്സ് ആ മരുന്ന് ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷം അവർക്ക് കൊടുത്ത അത്രയും ഓർഡർ അല്ലെ ക്വാണ്ടിറ്റിയിലെ മരുന്നുകൾ കിട്ടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നു അല്ലെ. ചിലപ്പോ നമുക്ക് ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ 2 ദിവസത്തേക്കൊക്കെ ആയിരിക്കില്ല മരുന്നുകൾ എഴുതുന്നത് ഡോക്ടർ. ചിലപ്പോ ഒരു നേരത്തേക്കായിരിക്കും അല്ലെ, ചിലപ്പോ ഒരു നേരത്തേക്കായിരിക്കും മരുന്നുകൾ എഴുതുന്നത് അല്ലെ. അപ്പൊ ആ ഒരു പ്രിസ്ക്രിപ്ഷനിൽ പറഞ്ഞ അത്രയും ക്വാണ്ടിറ്റി മരുന്ന് അതിലുണ്ടോ എന്ന് നഴ്സ് വെരിഫൈ ചെയ്യുന്നു, പരിശോധിക്കുന്നു. നെക്സ്റ്റ് ഗിവ് ദ മെഡിക്കേഷൻ ടു ദി പേഷ്യന്റ് അല്ലെ. ആ മരുന്നുകള് പേഷ്യന്റിന് കൊടുക്കുന്നു. പക്ഷെ നമുക്ക് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ മരുന്നുകൾ കൊടുക്കുമ്പോൾ ജസ്റ്റ് നഴ്സ് കൊണ്ടുവന്നിട്ട് ആ മരുന്ന് കൊടുക്കാണോ ചെയ്യുന്നത്? നേരിട്ട് വന്നിട്ട് മരുന്നെന്ന് പറഞ്ഞ് കൊടുക്കാണോ ചെയ്യുന്നത്? അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ല അല്ലെ. അവരൊന്നും കൂടെ വെരിഫൈ ചെയ്ത് നോക്കൂ അല്ലെ. ആ ഒരു നഴ്സ് ഒന്നും കൂടെ വെരിഫൈ ചെയ്യില്ലേ, പേര് ചോദിക്കും അല്ലെ, പേഷ്യന്റിന്റെ ഐഡി ചെക്ക് ബിഫോർ മേക്കിംഗ് ഇന്റന്റ് ഫോർ പേഷ്യന്റ്. പേഷ്യന്റ് ഇൻ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം അല്ലെ. പേഷ്യന്റ് ഐഡി നമ്പർ നോക്കും, പേഷ്യന്റിന്റെ ബെഡ് നമ്പർ, പേഷ്യന്റ് നെയിം, പിന്നെന്താണ് ഡോസേജ് ഫ്രം ഫോം റിട്ടേൺ ഇൻ പ്രിസ്ക്രിപ്ഷൻ അല്ലെ. ആ ഒരു ഡോസും ഡോസേജും എങ്ങനെയാണ് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ചീട്ടിൽ കൊടുത്തിരിക്കുന്നത് അതനുസരിച്ചാണോ അവർക്ക് ലഭിച്ചിട്ടുള്ളത് അല്ലെ.
സ്റ്റോർ ഇൻ അഡ്വാൻസ് മെഡിസിൻ ഇൻ പേഷ്യന്റ് ക്യാബിനറ്റ് അല്ലെ. ഇപ്പൊ ചിലപ്പോ നമുക്ക് മരുന്നുകള് സ്റ്റോർ ചെയ്യാനുണ്ടാവും അല്ലെ. ഇപ്പൊ ഇഞ്ചക്ഷൻ ഒക്കെ ആണെങ്കിൽ അതിന്റെ രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ മരുന്നുകൾ എന്ത് ചെയ്യും, ചിലപ്പോ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറില്ലേ. നമുക്ക് മരുന്ന് ആദ്യം തന്നെ എഴുതി തന്നിട്ടുണ്ടാവും അല്ലെ, ആ ഒരു ദിവസത്തേക്കുള്ളത്. അപ്പൊ എന്താണ് സ്റ്റോർ ഇൻ അഡ്വാൻസ് മെഡിസിൻ ഇൻ പേഷ്യൻസിനെ സ്റ്റോർ ചെയ്യാനുള്ള മരുന്നുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ, അഡ്വാൻസ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് കൊടുക്കുന്നു അല്ലെ. നമ്മൾക്ക് അഡ്മിറ്റ് ആക്കി കഴിയുമ്പോൾ തരാറില്ല, ഈ മരുന്ന് സൂക്ഷിച്ചോട്ടാ, ഇനി രാത്രികൾക്കുള്ള മരുന്നാണ് അല്ലെങ്കിൽ നാളേക്കുള്ള മരുന്നാണെന്ന് പറഞ്ഞ് തരാറില്ലേ, ക്യാബിനറ്റിൽ സൂക്ഷിക്കാൻ പറഞ്ഞ്. അഡ്മിറ്റ് ആക്കിയിട്ടില്ലാതെ ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് സ്റ്റോർ ഇൻ അഡ്വാൻസ് ആയിട്ട് നമുക്ക് അങ്ങനെ മരുന്നുകൾ സ്റ്റോർ ചെയ്യാനുണ്ടെങ്കിൽ അത് പേഷ്യൻസിന്റെ ക്യാബിനറ്റിൽ സൂക്ഷിക്കാനായിട്ട് തരുന്നു. നെക്സ്റ്റ് ലാസ്റ്റ് ഇന്ത്യൻ റിസീവ് പേപ്പർ അല്ലെ. എന്താണ് ആ ഒരു ഇന്ത്യന്റെ റിസീവ് ചെയ്തിട്ട് അവരുടെ ഫയലിൽ സൂക്ഷിക്കാറില്ലേ, ഇന്ന മെഡിസിനുകളൊക്കെ അവര് വാങ്ങിയിട്ടുണ്ട് അല്ലെ, അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ഇന്ത്യന്റെ കോപ്പി അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ പേഷ്യന്റിന്റെ ഫയലുകളിൽ സൂക്ഷിക്കുന്നു. ക്ലിയർ ആയോ? ആദ്യം മുതൽ ഒന്നുകൂടി മിസ് പറയുന്നതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യം ഡോക്ടർ വന്നിട്ട് മരുന്നുകൾ എഴുതി കൊടുത്തു. എന്നിട്ട് ആ മരുന്നുകൾ എന്ത് ചെയ്യണം, നേഴ്സ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് റെക്കോർഡ് ചെയ്തു. ഓക്കെ ആയോ? അതിനുശേഷം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിൽ നിന്ന് ആ ഒരു പ്രിസ്ക്രിപ്ഷന്റെ കോപ്പി നമ്മൾ പ്രിന്റ് എടുക്കുന്നത് കൊണ്ടുപോയി ഫാർമസിയിൽ കൊടുത്തു. എന്ത് ചെയ്യും, ഫാർമസിയില് സ്റ്റോറിൽ നിൽക്കുന്ന അല്ലെ, ഡിസ്പെൻസിങ്ങിന് നിൽക്കുന്ന ഫാർമസിസ്റ്റ് എന്ത് ചെയ്യും, ഈ പ്രിസ്ക്രിപ്ഷൻ ചീട്ട് നോക്കിയിട്ട് മരുന്നുകൾ എടുത്ത് എന്ത് ചെയ്യും, ട്രേയില് അല്ലെ, മരുന്നുകൾ ഇടുന്ന ട്രേയില് ഈ പ്രിസ്ക്രിപ്ഷൻ ചീട്ടുകളുടെ ഒപ്പം വെക്കുന്നു. ഓക്കെ ആയോ? അത്ര ഓക്കെ ആണോ? അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ട്രേയും അതിലുള്ള പ്രിസ്ക്രിപ്ഷന്റെ ചീട്ടും ആ മരുന്നുകളും ഫാർമസിസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്നു. ക്രോസ് ചെക്ക് ചെയ്ത് നോക്കി അത് എന്താണ് മരുന്നുകൾ ബാഗിലൊക്കെ ഇട്ട് അല്ലെ, മരുന്നുകൾ ഇടുന്ന കവറിൽ ഇട്ടിട്ട് ലേബൽ ചെയ്ത് ആ പേഷ്യന്റിന്റെ പ്രിസ്ക്രിപ്ഷൻ ചീട്ടും കൂടി അതോടൊപ്പം വെച്ചിട്ട് സ്റ്റാപ്ലെയർ ചെയ്തോ സ്റ്റിക്ക് ചെയ്തോ സൂക്ഷിക്കും. അത്ര ഓക്കെ ആയോ? വെച്ചിട്ട് അതെന്ത് ചെയ്യുന്നുണ്ട്, ഓരോ വാർഡിലേക്കും നിയമിച്ചിട്ടുള്ള അല്ലെ ഡ്യൂട്ടിയിലുള്ള നഴ്സിന് ആ ഒരു മെഡിസിനുകൾ നൽകുന്നു. ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ചിട്ടോടൊപ്പം നഴ്സിന് കൊടുക്കുന്നു. അതൊക്കെ ആയോ? അപ്പൊ നഴ്സ് എന്ത് ചെയ്യും, ആ മരുന്നുകൾ വാങ്ങിയിട്ട് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ചിട്ടിൽ എഴുതി അത്രയും ക്വാണ്ടിറ്റിയിൽ അല്ലെ അളവില് മരുന്നുകൾ ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യുന്നു, പരിശോധിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, മരുന്നുകൾ പേഷ്യൻസിന് നൽകുന്നു. പേഷ്യൻസിന് കൊടുക്കുമ്പോൾ അവര് വീണ്ടും ചെക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. നമുക്കറിയാം ഒരു ഹോസ്പിറ്റല് ഒരു വാർഡ് ആയിക്കോട്ടെ, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ചിലപ്പോ ഒരു പേരിൽ തന്നെ 2 പേഷ്യൻസ് ഉണ്ടാവാം അല്ലെ. ആണോ ആണോ അപ്പൊ ആ ഒരു പേഷ്യന്റ് തന്നെയാണോ എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് പേഷ്യന്റിന്റെ ID നമ്പർ അല്ലെ, ബെഡ് നമ്പർ, പേഷ്യന്റിന്റെ നെയിം, ഡോസേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഉറപ്പ് വരുത്തിയതിനു ശേഷം പേഷ്യന്റിന് നൽകിയിട്ട് ആ ഒരു പേഷ്യന്റിന്റെ ഇന്റന്റ് അതായത് ആ പേഷ്യന്റിന്റെ പ്രിസ്ക്രിപ്ഷൻ ചിട്ട് അവരുടെ ആ ഫയലിന്റെ ഒപ്പം സൂക്ഷിച്ചു വെക്കുന്നു. ഓക്കെ ആയോ? ഇമ്പോർട്ടന്റ് ആണോന്ന് വെച്ചാൽ അത് ആ ഒരു ഓർഡർ പഠിച്ചു വെക്കുക, വേറെ ഒന്നും അതിലില്ലല്ലോ. നിങ്ങൊന്ന് തിങ്ക് ചെയ്ത് വെച്ചാ പോരെ. ഇപ്പൊ മിസ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, മനസ്സിൽ പെട്ടെന്ന് കിട്ടാലോ. ഡോക്ടർ വന്ന് പ്രിസ്ക്രൈബ് ചെയ്തു, എക്സാമിന് വരില്ലേ, എക്സാമിന് ഇന്റന്റിന്റെ വരും കേട്ടോ. ലാസ്റ്റ് ചോദിച്ചിട്ടില്ലേ, ചെക്ക് ബിഫോർ മേക്കിംഗ് ഇന്റന്റ് ഫോർ പേഷ്യൻസ്, എന്തൊക്കെ കാര്യങ്ങളാണ് അവര് നോക്കുന്നതെന്ന്, ചെക്ക് ചെയ്യുന്നതെന്ന്, പരിശോധിക്കുന്നതെന്ന്, അത് വരും കേട്ടോ. നെക്സ്റ്റ് ഫിനാൻസ്, ഇതും വരാൻ സാധ്യത ഉള്ളതാണ് കേട്ടോ. ഫിനാൻസ് പ്രൈമറി സോഴ്സ് എവിടെ നിന്നാണ്, ഇത് പുസ്തകം വരാനുള്ളതാണ്. പ്രൈമറി
സോഴ്സ് ചാർജ് ഗോട്ട് ഫ്രം ദി പേഷ്യൻസ്. എന്താണ്, എവിടെ നിന്നാണ് ഫാർമസിയിലേക്ക് പ്രൈമറി ആയിട്ടുള്ള പണം കിട്ടുന്നത്? രോഗികളിൽ നിന്ന് അല്ലെ, അവര് വാങ്ങുന്ന മരുന്നുകൾക്ക് അവർ കൊടുക്കുന്ന പേയ്മെന്റ് അല്ലെ, പൈസ അല്ലെ, അവര് നൽകുന്ന പേയ്മെന്റിലൂടെ അല്ലെ. അപ്പൊ പ്രൈമറി സോഴ്സ് ചാർജ് ഗോട്ട് ഫ്രം ദി പേഷ്യൻസ്, അവർക്ക് പ്രാഥമികമായിട്ടുള്ള പൈസ കിട്ടുന്ന അല്ലെ, ഫിനാൻസ് കിട്ടുന്ന ഉറവിടം എന്താണ്, പേഷ്യൻസിൽ നിന്ന് തന്നെയാണ്. രണ്ടാമത് പറയുന്നത് ചാർജ് ഗോട്ട് ബൈ ദ പേഷ്യൻസ് ആർ ഐദർ ഫുള്ളി പെയ്ഡ് ബൈ ഹിംസെൽഫ് ഓർ ഫ്രം ദി തേർഡ് പാർട്ടി. ചിലപ്പോ എന്ത് ചെയ്യും, പേഷ്യൻസ് ഫുൾ ആയിട്ട് പേയ്മെന്റ് നടത്തുകയോ അതല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മ ഇൻഷുറൻസ് പോലെയുള്ള ക്ലെയിമുകൾ നടത്താറില്ലേ, തേർഡ് പാർട്ടി TPA അല്ലെ, ഇൻഷുറൻസ് ക്ലെയിം, മെഡിക്ലെയിം പോലെയുള്ള. അപ്പൊ എന്താണ്, അപ്പൊ ആ ഒരു പേയ്മെന്റ് നടത്തുന്നത് ആരായിരിക്കും? ഇൻഷുറൻസ് ആണെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്കാരായിരിക്കും അല്ലെ ആ ഒരു പേയ്മെന്റ് നടത്തുന്നത് അല്ലെ. അപ്പൊ സോഴ്സ് അവർക്ക് പൈസ കിട്ടുന്നത് എവിടെ നിന്നാ? പ്രൈമറി ഫിനാൻസ് കിട്ടുന്നത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നല്ലേ. അപ്പൊ ആദ്യത്തെ പറയുന്നത് പേഷ്യൻസിൽ നിന്ന് അല്ലെ, രണ്ടാമത് പറയുന്നത് പേഷ്യൻസിൽ നിന്നും ഫുള്ളി ആയിട്ട് പേഷ്യൻസിൽ നിന്നോ അതല്ലെങ്കിൽ അവർക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നോ പേയ്മെന്റുകൾ ലഭിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് റിസർച്ച് വർക്കുകളുടെ ഭാഗമായിട്ട് അവർക്ക് കിട്ടാറുണ്ടല്ലോ പേയ്മെന്റ്. റിസർച്ചുകൾ, ഗവേഷണങ്ങൾക്ക് കിട്ടാറുണ്ട് അല്ലെ. അപ്പൊ റിസർച്ച് വർക്കുകളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവരെന്തെങ്കിലും മാനുഫാക്ചറിങ് ചെയ്തു അല്ലെ. ഇപ്പൊ മരുന്നുകൾ അവർ ഗവേഷണം നടത്തി മരുന്നുകളെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാൻ, സപ്ലൈ ചെയ്യാറോ, ആ ഒരു മരുന്നുകളെ സപ്ലൈ ചെയ്യും അല്ലെ. അപ്പൊ എന്താണ്, സപ്ലൈ ചെയ്യുമ്പോ അവർക്ക് അതർ ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെ മറ്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്നോ ഫണ്ട് ലഭിക്കുമല്ലോ. ആ ഫണ്ട്, റിസർച്ചുകൾക്ക് ഫണ്ട് കിട്ടും. അതല്ലെങ്കിൽ അവര് റിസർച്ചുകൾ ചെയ്ത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ സപ്ലൈ ചെയ്യുന്നതിലൂടെയും അവർക്ക് പൈസ ലഭിക്കുന്നുണ്ട് അല്ലെ, ഫണ്ടുകൾ ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് എൻഡോമെന്റ് ഫണ്ട്സ്. ദാറ്റ് എൻഡോമെന്റ് ഫണ്ട്സ് ആർ funded mainly through donations. The funds have specific policies that concern investment, withdrawal and usage of the funds. അല്ലെ, എന്താണ് നമുക്ക് ഈ എൻഡോമെന്റ് ഫണ്ട് ഒക്കെ, എൻഡോമെന്റ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഡൊണേഷൻസ്, എൻഡോമെന്റ് ഫണ്ടുകൾ കേട്ടിട്ടുണ്ടോ? അവർക്ക് ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന്, ഡൊണേഷൻസ് അവർക്ക് ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് മാത്രം ഉപയോഗിക്കാനല്ലേ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ നമുക്ക് സ്കോളർഷിപ്പിന് വേണ്ടി അനുവദിക്കുന്ന ഫണ്ടുകൾ ഉണ്ട് അല്ലെ, സ്കൂളുകളിലൊക്കെ സ്കോളർഷിപ്പിന്. അപ്പൊ അവർക്ക് ആ ഒരു സ്കോളർഷിപ്പ് നൽകാൻ വേണ്ടി മാത്രമല്ലേ ആ ഒരു ഫണ്ട് അനുവദിക്കാൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതേപോലെ എന്താണ്, ഈ ഫാർമസിയിലേക്ക് ഉപയോഗിക്കുന്നതിന് മാത്രം ലഭിക്കുന്ന ഡൊണേഷൻസ് അല്ലെങ്കിൽ എൻഡോമെന്റ് ഫണ്ടുകള്. അപ്പൊ the endowment funds are funded mainly through donations. ഡൊണേഷൻ വഴിയാണ് ഈ ഫണ്ടുകൾ പ്രധാനമായും ലഭിക്കുന്നത്. The funds are specific policies that concern investment and withdrawal and usage of funds. എന്താണ്, ഈ ഒരു ഫണ്ടുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള പോളിസികൾ അല്ലെ ഉണ്ടായിരിക്കുന്നതാണ്. അതിനു വേണ്ടി മാത്രം ഇത് വിത്ഡ്രോ ചെയ്യാനും യൂസ് ചെയ്യാനും സാധിക്കുകയുള്ളൂ അല്ലെ. ഇപ്പൊ നമ്മ എന്താണ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ആ ഒരു ഫണ്ട് നമുക്ക് വിത്ഡ്രോ ചെയ്യാനോ യൂസ് ചെയ്യാനോ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ അതേപോലെയുള്ള എൻഡോമെന്റ് ഫണ്ടുകള് ക്ലിയർ ആയോ? ഇപ്പൊ സ്കൂളുകളില് എന്താണ് പഠനോപകരണങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി ഫണ്ടുകൾ അനുവദിക്കാറുണ്ട് അല്ലെ, ഡൊണേഷനുകൾ ഉപയോഗിക്കാറുണ്ട്. ആ ഒരു ഡൊണേഷനുകള് അവർക്ക് സ്കൂളിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ പാടുണ്ടോ? കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. ഇപ്പൊ ക്ലിയർ ആയോ എൻഡോമെന്റ് ഫണ്ട് എന്താണെന്ന്? നെക്സ്റ്റ് പറയുന്നത് ഗിഫ്റ്റ്
കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ജനറൽ ഫംഗ്ഷൻ എക്സ്പെൻസ്. ജനറൽ ഫംഗ്ഷൻസിന് വേണ്ടി ലഭിക്കുന്ന ഗിഫ്റ്റുകൾ, കോൺട്രിബ്യൂഷൻസ് അല്ലെ, സംഭാവനകളൊക്കെ. അപ്പൊ അത് അവർക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാം അല്ലെ? ഇപ്പൊ ഫാർമസിയിൽ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും ഫണ്ട് ആവശ്യമായിട്ട് വന്നാല് ഈ കോൺട്രിബ്യൂഷൻസ് അവർക്ക് ഉപയോഗിക്കാമല്ലോ. പൊതുപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ലഭിക്കുന്ന ഫണ്ടുകള്. അപ്പൊ അങ്ങനെ എന്താണ്, അങ്ങനെ 5 തരത്തിലുള്ള ഫണ്ടുകളാണ് ഫാർമസിയിൽ ലഭിക്കുന്നത്. ഫസ്റ്റ് പേഷ്യന്റിൽ നിന്ന് ലഭിക്കുന്നത്, രണ്ടാമത് വരുന്നത് തേർഡ് പാർട്ടി അല്ലെ, ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് ലഭിക്കുന്നത്, മൂന്നാമത്തെ റിസർച്ച് വർക്കുകളുടെ ഭാഗമായിട്ട് അല്ലെ, ഗവേഷണങ്ങളുടെ ഭാഗമായി ലഭിക്കുന്ന ഫണ്ടുകള്, നാലാമത്തെ എൻഡോമെന്റ് ഫണ്ടുകൾ അല്ലെ, എന്താണ് ആ ഒരു സ്പെസിഫിക് നമ്മുടെ ഫാർമസിയിലെ പ്രവർത്തനങ്ങൾക്ക് മാത്രമായി ലഭിക്കുന്ന ഡൊണേഷനുകള്. നെക്സ്റ്റ് പറയുന്നത് അവർക്ക് ലഭിക്കുന്ന ഗിഫ്റ്റുകള്, സംഭാവന, പൊതു ആവശ്യങ്ങൾ, ഹോസ്പിറ്റലിലെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി ലഭിക്കുന്ന കോൺട്രിബ്യൂഷൻസ് അല്ലെ, സംഭാവനകള്, ഗിഫ്റ്റുകൾ ഒക്കെ അവർക്ക് എന്താണ് ഫാർമസിയിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? മിസ് എടുത്ത ഭാഗം അപ്പൊ നെക്സ്റ്റ് പ്രോബ്ലംസ് ഓഫ് ഫാർമസി സർവീസ് ആണ് കേട്ടോ. അത് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. പിന്നെ നെക്സ്റ്റ് മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആണ് കേട്ടോ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ അല്ലേ?